ഉച്ചയൊക്കെ ആയപ്പോൾ ക്ലാസ്സൊക്കെ വിട്ടിട്ട് നേരെ വീട്ടിലേക്ക് കയറി പോകുമായിരുന്നു കേട്ടോ. വലിയ വെയിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാ ഒരു വീട്ടിൽ ഇത് കൂട്ട് പൂവ് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അവിചാരിതമായിട്ടൊരു ചേച്ചിനോട് വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നേ. അപ്പോൾ അവരുടെ വീട്ടിലാണ് ഈ പൂ നിൽക്കുന്നത്. ഇതിൻ്റെ 2 കളർ നമ്മുടെ വീട്ടിലുണ്ടേ. റെഡും ഇല്ല, ഈ ഒരു കളറും ഇല്ല. അപ്പോൾ ഇതിവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ചേച്ചീനോടൊരു കൊമ്പ് ചോദിച്ചു. അപ്പോൾ ആ ചേച്ചി നല്ല രീതിയിൽ തന്നെ സന്തോഷത്തോടെ എനിക്ക് അതിനൊരു കമ്പ് ഒടിച്ച് തന്നു കേട്ടോ. നമ്മുടെ വീട്ടിലില്ലാത്തൊരു കളറും കൂടെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ വേണമെന്ന്. പിന്നെ ഇതാ ചേച്ചി ഈ ഒരു ചെടി നിങ്ങളുടെ വീട്ടിലുണ്ടോ, ഇതുകൂടെ കൊണ്ടുപോക്കുമെന്നും പറഞ്ഞ് ഇതിൻ്റെയും കൂടെ ഒരു കമ്പ് വന്നു കേട്ടോ. ഇത് കാണാൻ നല്ല രസമുണ്ട്. ഒരുമാതിരി കുഞ്ഞി പൂച്ചവാല് പോലെ ഇരിക്കുന്ന ഒരു ചെടി. ഇവരുടെ വീട്ടിൽ മീൻകുളം ഒക്കെ ഉണ്ട് കേട്ടോ. വലിയ നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ വീട്ടിൽ വളർത്താറില്ലേ, അങ്ങനത്തെ മീനാണേ. അങ്ങനെ കുറേ ദൂരം ഞാൻ നടന്ന് ഇങ്ങ് പോകുന്നു കേട്ടോ. ഇനിയും കുറച്ചധികം കൂടെ ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. പക്ഷേ വെയിലില്ലാത്ത കാരണം നടക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ലേ. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാമായിട്ട് ഞാൻ വീടിൻ്റെ അടുത്ത് എത്താറായി കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ഒരു പറമ്പിൻ്റെ സൈഡിലായിട്ട് അതിൻ്റെ റെഡിൻ്റെ ഒരു കമ്പ് കൂടെ എനിക്ക് കിട്ടി കേട്ടോ. അതിങ്ങനെ നിൽക്കുന്ന കണ്ട് കേട്ടോ. പെട്ടെന്ന് ശ്രദ്ധിച്ചപ്പോൾ അതായിരുന്നു. ഈ ഒരു കളറും പിന്നെ ഇതിൻ്റെ വൈറ്റും കൂടെയാണ് നമ്മുടെ വീട്ടിലുള്ളത്. ഇപ്പം നമ്മുടെ വീട്ടിൽ മൊത്തം 4 കളറുണ്ട്.